ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദാവീദും ഗോലിയാത്തുമായിട്ടുള്ള മല്ലയുദ്ധത്തെ കുറിച്ച് വിശുദ്ധ വേദപുസ്തകം വളരെ ശക്തമായി പറഞ്ഞു. ദാവീദിനെയും ഗോലിയാത്തിനെയും താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ ദാവീദ് തന്റെ വീട്ടുകാരാൽ ത്യജിക്കപ്പെട്ടവനാണ്. കാരണം ദാവീദിന്റെ പിതാവിന്റെ മക്കളിൽ ബാക്കിയുള്ളവർ സൈന്യത്തിൽ ജോലി ചെയ്യുന്നവരായി. എന്നാൽ ദാവീദിന് ആ ജോലി കിട്ടിയില്ല. കാരണം ദാവീദിന് അതിനു വേണ്ട ഉയരമില്ല, അതിനു വേണ്ട ആരോഗ്യമില്ല. അതിനാൽ ആ വീട്ടുകാർ ദാവീദിനെ ആടിനെ മേയ്ക്കാൻ, ആടിനെ വളർത്തുവാൻ കാട്ടിലേക്ക് പറഞ്ഞു. പക്ഷേ തിരിച്ച് ഗോലിയാത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ ഗോലിയാത്ത് മറ്റു മനുഷ്യരിൽ നിന്നും ഉയരവും ആരോഗ്യവും ഒത്തിണങ്ങിയ ഒരു ആചാന ബാഹുവായ മനുഷ്യൻ. ഇവർ തമ്മിലായിരുന്നു യുദ്ധം. ആ യുദ്ധം വിജയിക്കുവാൻ കാരണം ആരോഗ്യങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചെങ്കിൽ ദാവീദ് തോറ്റുപോയിരുന്നു. പക്ഷേ ദൈവഭയവും ദൈവകൃപയും ഉള്ള ദാവീദ് ഗോലിയാത്ത് എന്ന മല്ലനോട് ബുദ്ധിപരമായി ഇടപെട്ടപ്പോൾ ഗോലിയാത്ത് തോൽക്കുന്ന ഒരവസ്ഥ ഉണ്ടായി. ഞാൻ പറഞ്ഞതിന്റെ ആശയം, പല വിഷയങ്ങളും നമ്മുടെ മേളിലേക്ക് വരുമ്പോൾ അത് ദൈവകൃപയോടും ബുദ്ധിപരമായും യോജിച്ചു നിന്നാൽ ചില വിഷയത്തെ അതിന് എത്ര വലുതെങ്കിലും നമുക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയും. അല്ലാതെ അതിനെ നോക്കി കരയുവാനോ ആ പ്രതിസന്ധിയെ നോക്കി വിലപിക്കാനോ അല്ല നമ്മുടെ ജീവിതം. ആ പ്രതിസന്ധിയെ മറികടന്ന് മുന്നോട്ട് സഞ്ചരിക്കുവാൻ നാം സജ്ജരായി, ബുദ്ധിയുള്ളവരായി, ദൈവഭയമുള്ളവരായി മുന്നോട്ട് സഞ്ചരിക്കുവാൻ നാം ചിന്തിക്കുക, ദൈവകൃപയിൽ നിൽക്കുക.